ഹലോ. കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അതേ നമുക്ക് ഓണായിട്ട് നല്ലൊരു പണി കിട്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അത്. വേറെ ഒന്നല്ല, ചേട്ടൻ്റെ ഫോൺ മഴ കൊണ്ടു. അപ്പോൾ അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ, സംഭവം ഓണാവുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി അത് സ്വിച്ച് ഓഫ് ആവുകയാണോ ഓഫ് ആവുകയാണോ എന്താ സംഭവം എന്നറിയില്ല. ചാർജ് ചെയ്തിട്ടായിട്ട് ചാർജ് കയറുന്നുണ്ടായിരുന്നില്ല. ഒരു വട്ടം ഇതുപോലെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് നേരാവോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഈ പോണത്. അപ്പോൾ ഞങ്ങൾ പോകേണ്ട താമസം ഇവന്മാർ ഞങ്ങളുടെ കൂടെ ചാടി കയറി പുറപ്പെട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനായിട്ട് എങ്ങോട്ടും പോയില്ല, ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്, എങ്ങടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ ഞങ്ങളുടെ കൂടെ വരണത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മുടെ ടൗണിലാണ് കേട്ടോ ഈ റിയൽമിയുടെ സർവീസ് സെൻ്റർ ഉള്ളത്. തൃശ്ശൂർ ജയലക്ഷ്മിയുടെ അടുത്താണ് ഇതിൻ്റെ സർവീസ് സെൻ്റർ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തി സിമ്മൊക്കെ ഊരി ഫോണൊക്കെ ചേട്ടൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോയൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിലാണ് നിലവിൽ സിം ഇട്ടിരിക്കണത്. പക്ഷേ ഫോൺ വൈകുന്നേരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതും അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം അതിൽ വെള്ളം എത്രത്തോളം കയറിയിട്ടുണ്ട്, പിന്നെ അത് ഓൺ ആവണില്ലല്ലോ. അപ്പോൾ ഫോൺ ഓൺ ആവണം. അപ്പോൾ വൈകുന്നേരം അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അത്യാവശ്യം സാഡായിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഓണായിട്ട് ഇനി ഫോൺ പണി തരുമോ എന്ന് വിചാരിച്ചു. ഫോൺ വാങ്ങിയിട്ട് ഏകദേശം 3 കൊല്ലത്തോളം ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 5-6 വർഷത്തോളമൊക്കെ ഒരു ഫോൺ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരണ വഴിക്ക് നമ്മൾ നല്ല മഴയായിരുന്നു. ഇവന്മാർക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും നിർബന്ധമാണ്. മെയിനായിട്ട് ഐസ്ക്രീം അല്ലെങ്കിൽ ഷേക്കാണ് ചോദിക്കാറ്. പക്ഷേ നമ്മളത് മേടിച്ച് കൊടുത്തില്ല, കാരണം നല്ല മഴയായിരുന്നു. 3 ദിവസമായിട്ട് ഒരുവിധം എല്ലായിടത്തും മഴ ഉണ്ടല്ലോ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പറഞ്ഞു ഐസ്ക്രീം ഷേക്കൊന്നുമില്ല, നമുക്ക് ഒരു ബൂസ്റ്റ് കുടിക്കാമെന്ന് പറഞ്ഞ് ബൂസ്റ്റ് ഞങ്ങളാണ് കുടിച്ചിട്ടോ. ഇവർ എന്തോ റോളോ മറ്റോ മാത്രമാണ് കഴിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. ഇനിയിപ്പോൾ ഫോൺ കിട്ടും, ഇന്ന് വൈകുന്നേരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.